എല്ലാം പിടിച്ചെടുക്കാൻ, അതായത് ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ഇസ്ലാമിസ്റ്റുകൾ. നല്ലവരായ ഇസ്ലാമിസ്റ്റുകളല്ല, തീവ്രവാദ മുഖമുള്ള ഇസ്ലാമിസ്റ്റുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ രാമജന്മഭൂമി, എനിക്ക് തോന്നുന്നു BJPയുടെ പ്രകടന പത്രികയിൽ ആദ്യത്തെ വാഗ്ദാനമാണ് രാമജന്മഭൂമി അവരുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അയോധ്യ രാമക്ഷേത്രം പണിയും എന്നുള്ളത്. അത് അവർ കൃത്യമായി പാലിച്ചു. ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നു അയോധ്യ രാമജന്മഭൂമി വഖഫിൻ്റെതാണ്, ഞങ്ങളത് പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. എന്താണ് പറയാനുള്ളത്? അത് അവിലും മലരും കുന്തിരിക്കവും നിങ്ങൾ കരുതി വെച്ചോളൂ, 2048 ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. നമ്മളതിനെ പുച്ഛിച്ച് കാണുമൊന്നും വേണ്ട. കാര്യം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവിടെ പിടിച്ചു കെട്ടാൻ നരേന്ദ്രമോദി തയ്യാറായെങ്കിലും ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ 10,000-കണക്കിന് പ്രവർത്തകർ മറ്റു സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ കുറച്ച് നേതാക്കന്മാരെ മാത്രമാണ് പിടിച്ചകത്തിട്ടുള്ളത്. ആ ആശയത്തിനോ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കോ അവർ ഇടപെടുന്ന മേഖലകൾക്കോ ഒന്നും തന്നെ യാതൊരുവിധ ഒരു കുറവും വന്നിട്ടില്ല. മലയാള സിനിമയ്ക്കകത്തവർ മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ മറ്റു ചില മേഖലകളിൽ പലവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത്, കേരളത്തിലെ പൊളിറ്റിക്സിനകത്ത് പോപ്പുലർ ഫ്രണ്ട് എന്ന പേര് മാറിക്കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, അങ്ങനെ തുടങ്ങി INL-ഉം മുസ്ലിം ലീഗും ഉൾപ്പെടെ ഇപ്പോൾ ആ പാതയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഗൗരവം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ പറയുന്ന ഹിന്ദുവിൻ്റെ, അതായത് ഭാരതത്തിലെ ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ രാമായണ മാസത്തിലൊക്കെ നമ്മൾ ആദരവോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രീരാമൻ്റെ ജന്മഭൂമി എന്ന് പറയപ്പെടുന്ന, വിശേഷിപ്പിക്കുന്ന ആ ഒരു പവിത്രമായ ഭൂമിയെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും വലിയ സമരങ്ങൾ ഉണ്ടാവുകയും അവിടെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ അമ്പലം പണിയുകയും ഒക്കെ ചെയ്തപ്പോൾ അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു എന്ന് കരുതിയിരുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതിനിടയിൽ കൂടിയും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഈ KM ഷാജി കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതായത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്തേത് ഒരു നിയമപ്രശ്നത്തിലൂടെ പരിഹരിക്കണം, ഇതൊരു ഡിവൈഡിങ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുപോകരുത്, കമ്മ്യൂണൽ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുപോകരുത് എന്നൊരു നിലപാട് കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഉൾപ്പെടെ എടുത്തപ്പോൾ അതിനെതിരായി കൊണ്ട് KM ഷാജി രംഗത്തെത്തി. ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ KM ഷാജിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തി. സമസ്തയിൽ ഉൾപ്പെടെ ഈ ലീഗിൻ്റെ ഈ അഭിപ്രായത്തോട് എതിരഭിപ്രായം വന്നു. അതുപോലെ ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി, ലീഗ് ഹൗസ് ഉണ്ട്, സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ കോഴിക്കോട്ട് വലിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കുഞ്ഞാലിക്കുട്ടിക്കും അതുപോലെ തന്നെ ശിഹാബ് തങ്ങൾക്കും എതിരായിക്കൊണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ ലീഗ് ഈ പറയുന്ന ഇതുണ്ടല്ലോ, നമ്മുടെ ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് പോലും ലീഗ് കേരളത്തിൽ ഒരു കലാപം ഉണ്ടാകരുത് എന്ന് കരുതി പ്രവർത്തിച്ചൊരു സംഘടനയാണ്. CH മുഹമ്മദ് കോയ ഉൾപ്പെടെയുള്ള ആളുകൾ മതേതരത്വത്തിന് വേണ്ടി നിലനിന്ന ആളുകളുമാണ്. അവർ വർഗീയത ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതായത് അവരുടെ മതത്തിന് വേണ്ടി അവർ എക്കാലവും നിന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ അവരുടെ തീവ്രവാദത്തിലേക്കോ അല്ലാതെ ഒരു കലാപത്തിലൂടെ ഹിന്ദുക്കളെ ഇല്ലാതാക്കണമോ എന്ന ചിന്തയിലൊന്നും ലീഗ് പ്രവർത്തിച്ചിട്ടില്ല. പലപ്പോഴും ലീഗ് ഇത്തരത്തിലൊരു അതായത് ലീഗ് ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചത് കൊണ്ടാണ് ഇവിടെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയിരുന്നത്. പക്ഷേ ആ മുസ്ലിം ലീഗും ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന മറ്റേ മീഡിയ വണ്ണിൻ്റെ ചർച്ചയുണ്ടല്ലോ, ഔട്ട് ഓഫ് ഫോക്കസ് ഉൾപ്പെടെയുള്ള ചർച്ചകൾ എങ്ങനെയാണ് ഒരു മുസ്ലിം മതേതരവാദത്തെ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തെ അനുകൂലിക്കുന്ന ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയെ പോലും മതതീവ്രവാദത്തിൻ്റെ നിലപാടുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. ഇവിടെ പണ്ടുള്ള പോലെയല്ല, ഇവിടുത്തെ യുവാക്കളുടെ ഒക്കെ ഞരമ്പുകളിലേക്ക് വർഗീയത വളരെ വലിയ രീതിയിൽ മതത്തിന്റെ വിഷം കുത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഈ രാമജന്മഭൂമിയും വഖഫിൻ്റെതെന്ന് പറയുമ്പോൾ കുറെ ഹിന്ദുക്കളുണ്ട്. അതായത് ഈ രാമജന്മഭൂമി വരാൻ ഇപ്പോഴും അവിടെ വലിയ തിരക്കെന്നാണ് പറയുന്നത്. അയോധ്യയിൽ രാമജന്മഭൂമി, രാമന്റെ ജന്മസ്ഥലം കാണാനും ആ ക്ഷേത്രം കാണാനും ഒക്കെ വലിയ തിരക്കും വലിയ സാമ്പത്തികമായി വലിയ നേട്ടമൊക്കെ ഉണ്ടാക്കുന്നു അയോധ്യയിൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആ സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഹിന്ദുക്കളുടെ മനസ്സിനുണ്ടാക്കുന്ന ആഘാതം വലിയ കലാപത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം എല്ലാ വഖഫ് പിടിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ കിടപ്പാടം പോലും പോയവരാണ് മുനമ്പത്തുകാർ. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ദിവസം രാവിലെ എണീച്ചപ്പോൾ വഖഫിൻ്റെതായി എല്ലാം തങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം നോക്കി നിൽക്കെ ആരോ പിടിച്ച് എടുത്തുകൊണ്ട് പോകുന്നു. പട്ടാപ്പകലുള്ള പിടിച്ചുപറി
അതാണ് ഈ വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നാളെ നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ വീടിന്റെ മുന്നിലും ഇത് വഖഫിൻ്റെതാണ് എന്നൊരു ബോർഡ് കാണുമോ എന്നുള്ള ഭയത്തിലാണ് ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഈ നിയമങ്ങൾ പൊളിച്ചെഴുതാൻ കേന്ദ്ര സർക്കാർ എത്രത്തോളം സമയം എടുക്കുന്നു അത്രത്തോളം സമയം ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാൻ ആരൊക്കെ പ്രയത്നിക്കുന്നുണ്ടോ അവർ വിജയത്തിലേക്ക് ഒരു പടി കൂടി നടന്ന് കയറുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് JPC വിട്ടിരിക്കുകയാണല്ലോ ഈ ബില്ല്. JPC വിട്ട ബില്ല് എനിക്ക് തോന്നുന്നു കേന്ദ്ര മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് കൊടുത്തിരിക്കുന്നു. അത് പിന്നെ എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ബില്ല് ഉടനെ തന്നെ നടപ്പിലാക്കുകയാണെങ്കിൽ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിഞ്ഞേക്കും. എങ്കിൽ പോലും അത് പൂർണ്ണമായൊരു പരിഹാരമാകുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് കൃത്യതയോടുകൂടിയാണ് ഇവരൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ നിയമം ഈ പിന്നെ മാറ്റുകയോ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. ഈ വഖഫ് ബോർഡെ എടുത്തു മാറ്റണം. വഖഫ് നിയമം എന്നൊരു നിയമമേ കൊണ്ടുവരരുത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വഖഫ് നിയമം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ പൊളിച്ചെഴുതി പുതിയൊരു നിയമം ഉണ്ടാക്കാം. എങ്ങനെ? അന്യാധീനപ്പെടുന്ന മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങളുടെ നിയമമായി ഇതുമായി ബന്ധപ്പെട്ട എത്ര സ്ഥലങ്ങളുണ്ടെന്ന് കണ്ടെത്തി അത് സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ എടുത്ത് അവർക്ക് മുന്നോട്ട് പോകാം. അവിടെ അത് കയ്യേറ്റങ്ങൾക്ക് അവർക്ക് തടയാം. അല്ലാതെ ഇപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ മുസ്ലിങ്ങളുടെയും ഒക്കെ മുഖത്തേക്ക് കയറിക്കൊണ്ട് ഇത് വഖഫിൻ്റെ സ്വത്താണ് എന്ന് പറഞ്ഞ് പണ്ട് അവിടെ അതുണ്ടായിരുന്നു ഇവിടെ ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനോട് ഒരു കാലഘട്ടത്തിലും ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയും കൊച്ചി രാജവംശത്തിൻ്റെയും വടക്കൻ കേരളത്തിലോട്ട് കുറുമ്പനാട് രാജവംശം മുതൽ അങ്ങ് കടത്തനാട് രാജവംശം മുതൽ അങ്ങോട്ട് അവരുടേതല്ലാത്ത ഏത് സ്ഥലമുണ്ടായിരുന്നു? ഈ രാജവംശങ്ങളെല്ലാം തൃപ്പടിദാനം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും തൃപ്പടിദാനം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്ന ഉദാഹരണങ്ങളുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ പാരമ്പര്യത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്ന് അവരവർക്ക് വേണ്ട പിന്നെ സ്വത്തുക്കൾ അവരുടെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവർക്കെല്ലാം ആ ക്ഷേത്രത്തിൻ്റെ ഭൂമിയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഭൂമി കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോഴും നമ്മൾ പല വീട്ടുപേരുകളും പല സ്ഥലങ്ങളും ഒക്കെ ചെന്ന് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഉപവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് ആ പേരുകൾ നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു അവകാശവാദം ഉന്നയിച്ചാൽ പോരെ. ഇത് പണ്ട് ക്ഷേത്രത്തിൻ്റെ ഭൂമിയായിരുന്നു, ഇത് പണ്ട് പിന്നെ ഈ പറയുന്ന തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഭൂമിയായിരുന്നു, തൃപ്പടിദാനം കൊടുത്ത ഭൂമിയായിരുന്നു. ഈ ഭൂമിയൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സമൂഹത്തിന് ജീവിക്കാൻ കഴിയുമോ? ഞാൻ പറയട്ടെ, ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന രാജാവ് സ്ഥലം കൊടുത്തിട്ടാണല്ലോ ഈ പറയുന്ന ഇസ്ലാമിക സമൂഹം കേരളത്തിലോട്ട് വന്നത്. അദ്ദേഹത്തിന്റെ സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകൾ വന്നു കഴിഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണോ? അല്ല. എന്തിനാണ് യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ്? അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അന്യാധീനപ്പെടുന്ന വഖഫ് സ്വത്തുക്കൾ, അതായത് പിന്നെ അവരുടെ മത നിയമവുമായി ബന്ധപ്പെട്ട് പള്ളിക്കോ അല്ലെങ്കിൽ അവരുടെ ദർഗകൾക്കോ ഇനി അതും അല്ലെങ്കിൽ ഈ ഇസ്ലാമിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ പേരിൽ കൈമാറ്റം ചെയ്യപ്പെട്ട് അവിടെ നിങ്ങളുടെ മതത്തിന് നിങ്ങളുടെ പിന്നെ എന്തെങ്കിലും ആരാധനാലയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് കൊടുത്തൊരു ഭൂമി, ആ ഭൂമി പിന്നീട് നോക്കാൻ ആളില്ലാതെ വരിക, ഒരു പള്ളി നശിച്ചു പോവുക, ആ പ്രദേശത്ത് കമ്മിറ്റികളില്ലാതെ വരിക, ആ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്യാനില്ലാതെ അന്യാധീനപ്പെട്ടു പോവുക, ഇവിടെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരൊരു വഖഫ് കൊണ്ടുവന്നത്. അതിന് പകരം ഒരുപാട് പുരോഗമനങ്ങളിലൂടെ വികസനങ്ങളിലൂടെ കടന്നു വന്ന നമ്മുടെ നാട്ടിലെ ഭൂമികളെല്ലാം ഒരുപാട് ആളുകൾ താമസിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്റ്റുഡിയോ പോലും നാളെ വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എറണാകുളം ലുലു മാൾ വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പണ്ട് കാലത്ത് ഇത് ആരുടേതാണ് എന്ന് ചിന്തിച്ച് പോകേണ്ട കാര്യമില്ല. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ദുർനിയമത്തിനെതിരായിക്കൊണ്ട് വളരെ വലിയ നടപടികൾ എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും.